കരൂർ ദുരന്തത്തിന് ശേഷമുള്ള തമിഴ്നാട്ടിലെ രാഷ്ട്രീയ സംഭവവികാസങ്ങൾ എല്ലാവരും വളരെ ആകാംക്ഷയോടെയാണ് ഉറ്റുനോക്കുന്നത്. കാരണം കുറേ മാറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പ്രതിപക്ഷ നിരയിലൊരു ഐക്യം രൂപപ്പെടുന്നതിൻ്റെ സൂചനകളാണ് പുറത്തു വരുന്നത്. വിജയെ കേന്ദ്രീകരിച്ച് സ്റ്റാലിനെതിരെ ഒരു പോർമുഖം തീർക്കാനാണ് AIADMKയും BJPയും എല്ലാം ശ്രമിക്കുന്നത്. കാരണം വിജയുടെ ഒരു ഇമൻസ് പോപ്പുലാരിറ്റി, അതുകൂടാതെ യുവാക്കൾക്കിടയിലുള്ള സ്വീകാര്യത, അതൊരു വലിയ എക്സ് ഫാക്ടർ തന്നെയായിരിക്കും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. ഈ ദുരന്തമുണ്ടായതിനു ശേഷം വിജയ് പ്രതിരോധത്തിലായി എന്നുള്ളതൊരു വസ്തുതയാണ്. കോടതിയുടെ വിമർശനമൊക്കെ കേൾക്കേണ്ടി വന്നു. പക്ഷെ അങ്ങനെയാണെങ്കിലും ഇപ്പോൾ ഈ ഒരു ദുരന്തത്തിന് കാരണക്കാർ സ്റ്റാലിൻ സർക്കാരാണെന്നുള്ളൊരു വിലയിരുത്തൽ പൊതുവെ തമിഴ്നാട്ടിൽ ണ്ട്. അതേ ഒരു വിലയിരുത്തൽ തന്നെയാണ് BJP ആണെങ്കിലും AIADMK ആണെങ്കിലും പങ്കുവെക്കുന്നത്. ദുരന്തമുണ്ടായ ഉടൻ തന്നെ BJP നേതാക്കളെല്ലാം കരൂരിലെത്തി. അണ്ണാമലൈ ഉൾപ്പെടെ വിജയെ ഓപ്പണായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന നിലപാടാണ് സ്വീകരിച്ചത്. സ്റ്റാലിനെയാണ് അവർ കുറ്റപ്പെടുത്തിയത്. കാരണം ഈ ഒരു ദുരന്തത്തിന് കരൂരിൽ 41 പേരുടെ ജീവൻ അപഹരിച്ചതിന് കാരണക്കാർ സ്റ്റാലിൻ സർക്കാരാണ്. വേണ്ടത്ര രീതിയിലുള്ള പോലീസിനെ വിന്യസിച്ചില്ല, സുരക്ഷ ഒരുക്കിയില്ല, അതുമാത്രമല്ല വലിയ വേദികൾ അനുവദിക്കുന്നില്ല. ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് വിമർശനങ്ങളും അവർ ഉന്നയിച്ചിരുന്നു. പ്രത്യേകിച്ച് സ്റ്റാലിൻ സർക്കാർ അടിച്ചമർത്തൽ നയമാണ് പ്രതിപക്ഷ പാർട്ടികളോട് സ്വീകരിക്കുന്നത്. വിജയ് മാത്രമല്ല ഇതിനിരകൾ, ഞങ്ങളും ഇതിനിരകളാണെന്നുള്ള രീതിയിലാണ് AIADMK ഒക്കെ സംസാരിച്ചത്. പളനിസ്വാമിയുടെ ഒക്കെ ഓപ്പൺ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ വിജയെ കേന്ദ്രീകരിച്ചൊരു പോർമുഖം തീർക്കുക എന്നുള്ളതാണ് BJP ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ ലക്ഷ്യം. കാരണം വിജയുടെ പോപ്പുലാരിറ്റി പരമാവധി സ്റ്റാലിനെതിരെ തിരിച്ച് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഒരു പോസിറ്റീവായുള്ള ഒരു ഔട്ട്കം കൊണ്ടുവരാനാണ് BJP ഒക്കെ ലക്ഷ്യമിടുന്നത്. BJP വിജയുമായിട്ട് സഖ്യത്തിലേർപ്പെടുന്നതിൻ്റെ സാധ്യതകളൊക്കെ ആരായിരുന്നു എന്നുള്ള വാർത്തകളൊക്കെ വന്നിരുന്നു. പക്ഷെ അതത്ര എളുപ്പമായിരിക്കില്ല. വിജയെ സംബന്ധിച്ച് BJP ഐഡിയോളജിക്കൽ എനിമയാണെന്നൊക്കെ നേരത്തെ പറഞ്ഞതാണ്. അതുകൊണ്ട് പെട്ടെന്നൊരു മലക്കം മറയൽ അദ്ദേഹത്തിൻ്റെ ക്രെഡിബിലിറ്റിയെ ബാധിക്കാൻ സാധ്യതയുണ്ട്, പ്രത്യേകിച്ച് തമിഴ്നാട്ടിലെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ. ആ നിലയ്ക്ക് നേരിട്ടൊരു സഖ്യമില്ലെങ്കിൽ പോലും ഒരു നീക്കുപോക്കൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പം മുമ്പ് ജഗൻ്റെ പാർട്ടിയൊക്കെ സ്വീകരിച്ച രീതിയിൽ ഒരു പ്രശ്നാധിഷ്ഠിത സപ്പോർട്ട് BJPക്ക് ലഭിക്കാനുള്ളൊരു സാധ്യത തിരിച്ച് വിജയ്ക്കും ലഭിക്കാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. വിജയെ സംബന്ധിച്ച് ഇനി ഒറ്റയ്ക്ക് പിടിച്ചു നിൽക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം സ്റ്റാലിൻ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഏത് രീതിയിലുള്ള അടിച്ചമർത്തലും ഉണ്ടാകാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. പിന്നെ അതുമാത്രമല്ല, ഇനിയും ഒരു വീഴ്ച സംഭവിക്കുകയാണെങ്കിൽ പിന്നെ വിജയെ സംബന്ധിച്ച് തിരിച്ചു വരിക വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞ കാര്യമായിരിക്കും. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ 5 വർഷം പിടിച്ചു നിൽക്കുക എന്നുള്ളതായിരിക്കും TVKയെ സംബന്ധിച്ചും വിജയെ സംബന്ധിച്ചും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗത്യം. കാരണം TVK ഇപ്പോഴും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയായി മാറിയിട്ടില്ല. ഒരു ഫാൻ ബേസ് അല്ലെങ്കിൽ ഒരു എക്സ്റ്റൻഡഡ് ഫാൻ ബേസ് എന്നേ അതിനെ വിശേഷിപ്പിക്കാൻ സാധിക്കുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ പിന്തുണയില്ലാതെ മുന്നോട്ട് പോകുക, അല്ലെങ്കിൽ BJP പോലെ രാജ്യം ഭരിക്കുന്ന പ്രബല പാർട്ടിയുടെ പിന്തുണയില്ലാതെ മുന്നോട്ട് പോകുക ആത്മഹത്യാപരമായിരിക്കും എന്നുള്ളൊരു വിലയിരുത്തൽ പൊതുവേ ഉണ്ട്. അപ്പം AIADMKയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ AIADMKയ്ക്ക് നിലവിൽ പഴയ സ്വാധീനമില്ല എന്നുള്ളതൊരു വസ്തുത തന്നെയാണ്. പളനിസ്വാമിയുടെ നേതൃത്വത്തിന് കൊങ്കുനാട്ടിനപ്പുറത്തേക്ക് വലിയ സ്വാധീനമില്ല എന്നുള്ളൊരു വിലയിരുത്തലാണ് പൊതുവേ ഉള്ളത്. സദേൺ തമിഴ്നാടിൽ, തെക്കൻ തമിഴ്നാടിൽ പഴയ ഒരു സ്വാധീനം ഇപ്പോൾ AIADMKയ്ക്ക് ഇല്ല. പിന്നെ പനീർസെൽവം ആണെങ്കിലും TTV ദിനകരനാണെങ്കിലും ഇവരെല്ലാം ഇപ്പോൾ AIADMKയിൽ ഇല്ല. അപ്പോൾ ഇവരെ ഇടയിലൊരു ഐക്യം രൂപപ്പെടുത്താനുള്ള ശ്രമങ്ങൾ പലപ്പോഴും BJP നടത്തിയിരുന്നു. പക്ഷേ ഇതുവരെ അത് സക്സസ്ഫുൾ ആയിട്ടില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് മറ്റു മാർഗങ്ങൾ BJP തേടിക്കൊണ്ടിരിക്കുന്നത്. കാരണം സ്റ്റാലിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുക എന്നുള്ളതാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ പ്രധാന ലക്ഷ്യം. കാരണം ഇന്ത്യ സഖ്യത്തിലെ നിർണായക കക്ഷിയായ സ്റ്റാലിനെ അധികാരത്തിൽ തുടരാതെ പുറത്താക്കുക, DMKയെ പുറത്താക്കുക എന്നുള്ളത് തന്നെയാണ് BJPയുടെ ലക്ഷ്യം. അപ്പോൾ അതിനുവേണ്ടിയുള്ള കരുക്കളാണ് ഇപ്പോൾ BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. വിജയുടെ വിശ്വസ്തനും TVKയുടെ പബ്ലിസിറ്റി വിഭാഗം തലവനുമായ ആദവ് അർജുന കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ പോയിരുന്നു. BJP നേതാക്കളുമായി ബാക്ക് ചാനൽ ചർച്ചകളൊക്കെ ആരംഭിച്ചു എന്നുള്ള റിപ്പോർട്ടുകളും റൂമറുകളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇത് എത്രത്തോളം വിശ്വാസയോഗ്യമാണെന്ന് അറിയില്ല. പക്ഷെ അങ്ങനെയാണെങ്കിലും ചില കാര്യങ്ങളിൽ മഞ്ഞുരുകുന്നുണ്ട് TVKയും BJPയും തമ്മിൽ. അതൊരു വസ്തുത തന്നെയാണ്. അത് എതിർക്കാനോ അല്ലെങ്കിൽ നിഷേധിക്കാനോ പറ്റില്ല. അപ്പോൾ എന്തായാലും വരും ദിവസങ്ങളിലെ സംഭവ വികാസങ്ങൾ, DMK സർക്കാരിൻ്റെ വിജയിയോടുള്ള നിലപാട്, ഇതിനെയെല്ലാം ആശ്രയിച്ചിരിക്കും ഇനിയുള്ള കാര്യങ്ങൾ. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, BJPയെ സംബന്ധിച്ചാണെങ്കിലും വിജയെ സംബന്ധിച്ചാണെങ്കിലും സ്റ്റാലിനെതിരെ ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളൊരു വിലയിരുത്തൽ പൊതുവെയുണ്ട്. പ്രത്യേകിച്ച് ആൻറ്റി ഇൻകംബൻസി നിലവിൽ തമിഴ്നാട്ടിൽ ഹെവി തന്നെയാണ്. പക്ഷേ നല്ല ഒരു പ്രതിപക്ഷ ഐക്യമില്ലാത്തതും നല്ലൊരു നേതാവ് പ്രതിപക്ഷ നിരയിലില്ലാത്തതുമാണ് ഇപ്പോൾ സ്റ്റാലിന് ഗുണം ചെയ്യുന്നത്, അല്ലെങ്കിൽ DMKക്ക് ഗുണം ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ കാര്യങ്ങൾ വരുമെന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. പക്ഷേ മഞ്ഞുരുകുന്നു, ചെറിയ രീതിയിലാണെങ്കിലും മഞ്ഞുരുകുന്നു എന്നുള്ള വസ്തുതയാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് പുറത്തു വരുന്നത്.